നമ്മുടെയൊക്കെ ചാറ്റിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു മോഡറേറ്റർ പയ്യന് മരിച്ചുപോയി. ഇവിടെ ചാറ്റിലൊക്കെ ഇത്രയും ദിവസം, അതായത് ഒരു 24 hours ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ എൻ്റെ സ്ട്രീമിൽ ഉണ്ടായിരുന്ന അവനായിരിക്കും. അശ്വിനെ മോനെ, റെസ്റ്റ് ഇൻ പീസ്. എനിക്ക് നിന്നെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞുള്ള ഏറ്റവും വലിയ വിഷമം. എനിക്കത് കേട്ടപ്പോൾ ഒട്ടും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പെട്ടെന്ന് അവനെ കാണണമെന്ന് തോന്നി. ഞാൻ രഗിലൂടെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് അവനെ അടക്കി കഴിഞ്ഞു. നമസ്കാരം. ഈഗിൾ ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈഗിൾ ഇട്ടിട്ടുള്ള 2 ദിവസം മുന്നിട്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഈ വീഡിയോ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുക ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ആ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുള്ളവർ ഈഗിളിനെ ഫോളോ ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ജസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മുടെ ഓഡിയൻസ് മിക്കതും ഫാമിലി ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മക്കൾ റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു കോണ്ടൻറ്റ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാലേ, ഈ പഴയ സിറ്റുവേഷൻ ഒന്നുമില്ല. നമ്മളെ മക്കളൊക്കെ റൂമിൽ ഇരുന്നിട്ട് ഗെയിം ഇപ്പോൾ ഇന്ന് കാണുന്ന സമയത്ത് ടീനേജേഴ്സ് മിക്ക ആൾക്കാരും ഗെയിമേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഗെയിമിന് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അല്ലേ? ഇതുപോലുള്ള ഈ ലൈവ് സ്ട്രീം പല ആൾക്കാരും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട്. അതിലെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈഗിൾ ഗെയിമിംഗ്, കാസ്ട്രോ, അങ്ങനെ ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈഗിളുടെ ഇപ്പോൾ കാസ്ട്രോ എന്നെടുത്ത് ഈ 2 പേരുടെ പേര് മാത്രം ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, എനിക്ക് ഈ 2 പേരെയും ഞാനങ്ങനെ ലൈവ് സ്ട്രീംസ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ കോണ്ടന്റിന് വേണ്ടിയിട്ട് ചില സമയത്ത് കാണുമെന്നല്ലാതെ കാണുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഈഗിളുടെ കേസ് എന്താ പറയുക വെച്ചാൽ, ഈഗിൾ അപ്പാർട്ട് ഫ്രം എ ഗെയിമർ, ഇയാൾ തിങ്ക് ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവും അയാളുടെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈഗിളിൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കിയ സമയത്ത് ഇമ്പോർട്ടൻറ്റ് ലൈവ് എന്നാണ് ഈ ഈഗിൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിനിടയിൽ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരു കമൻറ്റും ഈഗിൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ RIP ബ്രദർ, RIP റെസ്റ്റ് ഇൻ പീസ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റും കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാവുന്നു. അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ മരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ആ ഒരു കമൻ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു കമൻറ്റ് ഈഗിൾ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മക്കളെ ജീവിക്കാൻ പാടാണ്, എന്നാലും ജനിച്ച സ്ഥിതിക്ക് ജീവിതം ജീവിച്ച് തകർക്കുക, സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, നല്ല വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, യാത്രകൾ ചെയ്യുക, എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നതൊക്കെ ചെയ്യുക, ഫിസിക്കൽ ഹെൽത്തിനേക്കാളും മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. സീരിയസ്ലി ഈ ലാസ്റ്റ് ലൈൻ കാരണമാണ് എന്നെ ഈ ഒരു കോണ്ടൻറ്റിലേക്ക് അടുപ്പിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ പലരുമായിട്ട് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പല ആൾക്കാർ പറയുന്നതും ഫിസിക്കൽ ഹെൽത്ത് ഉഷാറാക്കണം, നടക്കാൻ പോകണം, ഓടാൻ പോകണം. പക്ഷേ മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്തിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. നമ്മുടെ മാനസികാരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഫിസിക്കൽ ഹെൽത്ത് മാത്രം ക്ലിയറായിട്ട് കാര്യമില്ല. നമ്മളെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഈ ഒരു പയ്യൻ അശ്വിൻ എന്നാണ് പേര് മനസ്സിലാവുന്നു. അശ്വിൻ മരിച്ചു. എന്താണ് മരണകാരണം എന്നുള്ളത് അറിയില്ല. ഈഗിളിൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് മനസ്സിലാവുന്ന വെച്ചാൽ, ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. പോകുന്ന സമയത്ത് ഇവനെന്തോ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ്സും അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ സഹോദരി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ പയ്യൻ ആരാന്നോ എന്താണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ കോണ്ടൻറ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവൻ വീട് വിട്ട് നിന്ന് ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ ബോഡി കിട്ടിയത്. ബൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതാണ് ആ സിറ്റുവേഷൻ. അപ്പോൾ ഈ അശ്വിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഈഗിളിൻ്റെ ഗെയിമിങ്ങിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. പല ഗെയിമേഴ്സിൻ്റെയും മോഡറേറ്ററായി. അപ്പോൾ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുള്ളവർക്ക് ഈ ടേംസൊക്കെ മനസ്സിലാവും. മോഡറേറ്ററായിട്ട് മോഡറേറ്റർ ആയിരുന്നൊരു പയ്യനാണ്. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം യോഗം ഉണ്ടായത്. അപ്പോൾ ഈഗിൾ ഇതിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ, ഈഗിൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ മരണകാരണം നമുക്കറിയില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു മെസ്സേജ് പോലെ. അതായത് ഇന്ന് പല ആൾക്കാരും ഇപ്പോൾ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സക്സസ്ഫുൾ ഗെയിമേഴ്സ് എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരുടെ ലൈഫൊക്കെ കണ്ടിട്ട് ആസ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം പലപ്പോഴും പല ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നല്ലൊരു വിഭാഗം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈകളൊക്കെ അത്രയും ഹാർഡ് വർക്ക്, ഈകളാണെങ്കിലും മറ്റ് ഗെയിമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരൊക്കെ അതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. എനിക്കറിയുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഈ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീം കാണും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ ഒരു കോണ്ടൻറ്റ് മറ്റ് ചാനലിൽ ചെയ്ത സമയത്തൊക്കെ ഇവരെന്നോട് ഇങ്ങനെ നമ്മൾ ഓരോ സമയത്തൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പറയും, ഇവർ ഈ ഗെയിം ലൈവ് സ്ട്രീം കാണും. ലൈവ് സ്ട്രീം മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കും. ആ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അവരൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസായിട്ട് എടുക്കുന്ന തിരക്കിടില്ല. പക്ഷേ ഇവർ ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഇവരുടെ സമയം ഒരുപാട് പോവുകയാണ്. അവർക്കൊന്നും ഒരു നേട്ടം എന്നുള്ള രീതിയിൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല. അൺലെസ് ടിൽ ദ ടൈം ദേ റിയലൈസ് ഒരുപാട് സമയം വൈകി കഴിഞ്ഞു. കാരണം അത്രയും ദിവസങ്ങളോ ആഴ്ചകളും
വർഷങ്ങളടക്കം ഈ ഗെയിമിങ് പലരും കളിക്കുന്നത്, കാരണം കാണുന്നത് രസമാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് സംഭവമൊക്കെ സത്യമാണ്. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മൾ ഇവരുടെയൊക്കെ ലൈഫ്, ഈ ഗെയിമേഴ്സിൻ്റെ ലൈഫ് കണ്ടിട്ട് അവരൊക്കെ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അവർ അത്രയും ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടാണ്. അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓൺ ദ സെയിം ടൈം ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഇതുപോലെ ഗെയിമേഴ്സ് അല്ലാതെ ഇവരുടെ പെർഫോമൻസസും കാര്യങ്ങളും കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾവേസ് ഇതൊരു പുറത്തുള്ള സംഭവമല്ല, അത് ക്ലോസ്ഡ് റൂമിൽ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ലാപ്ടോപ്പ് PC അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ടാണ് ഈ ഒരു സംഗതികളൊക്കെ നടക്കുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്താണെങ്കിലും എന്താണ് പിന്നെ ഈഗിൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ അവന്റെ വീട്ടിൽ പോയപ്പം എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാവരും സൂയിസൈഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. സൂയിസൈഡ് ആണെന്നോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പം മെയിനായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് 24 hours ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവനോട് ഞാൻ പറയുന്നുണ്ട്, എടാ നീ പോയി കിടന്ന് ഉറങ്ങ്, നീ ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനും വീട്ടിൽ ചെന്നപ്പം ഞാനും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര അങ്ങ് പുറത്തൊന്നും ഇറങ്ങാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ്, വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു ടൈപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം അവന്റെ വീട്ടിൽ ചെന്നപ്പം അവർക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് 30-ാം തീയതി രാത്രി 12 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് ബൈക്കും എടുത്ത് ഇറങ്ങി, ആരോടും ഒന്നും പറയാതെ ഒരു രാത്രി ഒരു 12:30 ആയപ്പോഴത്തേക്കിനും 30-ാം തീയതി രാത്രിയില്. അതിന്റെ തൊട്ട് 2 ദിവസം മുമ്പ് എനിക്ക് രഘുലിനും ഈ ടീഷർട്ട്, ഈ ടീഷർട്ട് എനിക്ക് അവൻ അയച്ചു തന്നിട്ട്, ഈ ടീഷർട്ട് അവൻ എനിക്ക് അയച്ചു തന്നതാ. ഈ ടീഷർട്ട് എനിക്ക് അയച്ചു തന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ്, ഈഗിൾ ബ്രോ ഇത് കുറെ നാളായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് തരണമെന്ന് വിചാരിച്ചിരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ടീഷർട്ട് എനിക്ക് രഘുലിനും ഒരേപോലത്തെ ടീഷർട്ട് അയച്ചു തന്നിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവൻ. 30-ാം തീയതി രാത്രി 12 മണിയായപ്പം അവൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ വീട്ടുകാരുടെ അടുത്തൊന്നും ആരുടെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പത്രത്തിന്റെ ഏജന്റാണ്, പത്രമൊക്കെ ഇടുന്നതിന്റെ ഏജന്റാണ്. അപ്പൊ പുള്ളി അവൻ രാവിലെ 3 മണിക്ക് എണ്ണീറ്റപ്പം വീട്ടില് വണ്ടി കാണുന്നില്ല. വീട്ടില് വണ്ടി കാണാതായപ്പോഴത്തേക്കിന് ആള് പെട്ടെന്ന് പാനിക്കായിട്ട് അവനെ വിളിച്ചപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവന്റെ 10ാം ക്ലാസ് +2ന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് എടുത്ത്, പേരൻസിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ കയ്യിലെടുത്ത്, ഫാമിലി ഫോട്ടോ ഒരെണ്ണം കയ്യിലെടുത്ത്, അതുപോലെ തന്നെ വേറെ പൈസ, പേഴ്സ്, ഡ്രസ്സ് ഒന്നും എടുത്തില്ല. അവൻ കിടന്നിരുന്ന കട്ടിലൊക്കെ വിരിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് അലമാരിൽ സേഫ് ആയിട്ട് വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് അവരുടെ CCTV ക്യാമറയിൽ, വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു CCTV ക്യാമറയിലാണ് അത് കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബോഡി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ എന്തോ ആണ് ബോഡി കിട്ടിയത്. ബോഡി കിട്ടി. അവന്റെ വണ്ടിയും ഫോണും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആളുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അവനെ അടക്കി. ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് സംസാരിച്ചു, അനിയത്തിയോട് സംസാരിച്ചു. ഞാനപ്പോൾ ചോദിച്ചപ്പോഴും അവർ പറയുന്നതെന്ന് പറഞ്ഞാല് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളല്ല. അവൻ എല്ലാവരുടെ അടുത്തും നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇൻട്രോവേർട്ടിൽ അവന്റെ കംഫർട്ടബിൾ സോണിൽ ഭയങ്കര ഇതായിരുന്നു. ഇതിന്റെ ഈ ഒരു മരണ റീസൺ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മൾ പുറത്തേക്ക് കാണുന്നതായിരിക്കില്ല ആൾക്കാർ. ഇന്നത്തെ കാലത്ത് എന്താ പറയുക, സോഷ്യൽ ലൈഫ് പല ആൾക്കാർക്കും ഇല്ല. സോഷ്യൽ ലൈഫ് ഉണ്ട് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുന്നത്. സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിലുള്ള ലൈഫല്ല, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് പുറത്ത് ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ ഈഗിളുടെ ഈ സംസാരം, അതുകൊണ്ടാണ് എനിക്ക് ഇവനെ ഇഷ്ടം. ഈഗിളുടെ വർത്തമാനം കേൾക്കുന്ന സമയത്ത് യു ഹവ് ഗോട്ട് എ വെരി സ്ട്രോങ് കമ്മ്യൂണിറ്റി. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ മെയിനായിട്ടിരിക്കുന്ന സക്സസ്ഫുള്ളായിട്ട് അവർ സക്സസ്ഫുള്ളായി സ്വയം തെളിയിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈഗിൾ. പുള്ളി പറയുന്ന കാര്യങ്ങളും തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ നല്ലൊരു, ബിക്കോസ് ഈ ഈഗിളിനെയൊക്കെ ഇവർ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഒരു ബിഗ് ബ്രദർ എന്നുള്ള കണ്ടീഷനിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ അഡ്വൈസ് തരാനും കാര്യങ്ങൾ പറയാനും ഒരു ആസ് എ ബിഗ് ബ്രദർ ഈസ് ദെയർ. പ്ലസ് നിങ്ങൾ വളരെ സ്ട്രോങ്
ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ ബാക്കിയും ഈഗിൾ പറയുന്നുണ്ട്, നിങ്ങൾ ഡിസ്കോഡിലാണെങ്കിലും വെറുതെ ഈ പ്ലാറ്റ്ഫോംസൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഇത് കാണുന്ന കണക്റ്റഡ് ആയിട്ടുള്ള പറയുന്നവർക്ക് മനസ്സിലാവും. ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. ഐഡിയ ഷെയറിങ്ങിന് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കമ്മ്യൂണിറ്റി ഉപയോഗിച്ച് മുന്നോട്ട് പോകാം, അല്ലാണ്ട് ഡിപ്രഷൻ അടിച്ച് പോകാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും തോന്നിപ്പോവും ഇവരൊക്കെ ഇത്രയും സക്സസ്ഫുൾ ലൈഫ് വെറുതെ ഗെയിം കളിച്ചിട്ട് അല്ല. വെറും ഒരു ഗെയിം കൊണ്ട് മാത്രമല്ല, അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ മുന്നേറിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഇയാളുടെ സംസാരം ഇഷ്ടമാവാനുള്ള റീസൺ എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചു. ഇപ്പം ഞാൻ വേറെയുള്ള ഗെയിമേഴ്സിനെയോ കാര്യങ്ങളൊന്നും എടുത്ത് പേര് പറയുന്നില്ല, എല്ലാവരും അവർക്ക് അവരവരുടെ സ്റ്റൈലുണ്ടായിരിക്കും. പക്ഷേ ഈഗിളിൻ്റെ കേസിൽ ഇതാണ്, ഈഗിൾ അത്രയും എന്താ പറയുക മനസ്സിലാവുന്ന രീതിയിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാത്തവൻ ഇതിൽ കൂടുതൽ മനസ്സിലാക്കും എന്ന് തോന്നുന്നില്ല. കാരണം വിത്ത് ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അശ്വിൻ എന്നുള്ള കണ്ടീഷനിലാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഈഗിളിന് ആ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക, അവരെ സ്ഥിരമായിട്ട് സാന്നിധ്യമായിട്ട് അവരെ സോഷ്യൽ ആ ഒരു വെർച്വൽ ഇതിൽ ഒരു വ്യക്തി പെട്ടെന്ന് അയാൾ ഈ ലോകത്തില്ല അവനില്ല എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആർക്കായാലും വിഷമം വരും. കാരണം അവന്റെ അമ്മയാണ് എനിക്ക് ആ കത്ത് എഴുതിയത്. അവന്റെ അമ്മയെ കൊണ്ടാണ് ആ കത്ത് എഴുതിപ്പിച്ചത്. ഇതിന്റെ കൂടെ എനിക്കൊരു കത്തുണ്ടായിരുന്നു. ആ കത്ത് അവൻ അമ്മയെ കൊണ്ട് എഴുതിപ്പിച്ചാണ് എനിക്ക് അയച്ചു തന്നത്. അവന്റെ അനിയത്തി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈവ് കാണുമ്പോൾ അവനൊരു നോട്ട് പാഡ് ഉണ്ട്. ആ നോട്ട് പാഡിൽ അവൻ നമ്മുടെ ലൈവിന്റെ മൂമെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കും, എല്ലാം നോട്ട് ചെയ്തിട്ട് അവൻ അപ്ഡേറ്റ് ചെയ്യും. അത് അവന്റെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. ആൻഡ് ഈ ഒരു ടീഷർട്ട് അവൻ തന്നതിൽ, ഈ ടീഷർട്ട് ലാസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു. അവൻ അവസാനമായിട്ട് തന്ന ഒരു ഗിഫ്റ്റ് ആണ് അത്. എനിക്കാണേലും എനിക്ക് ന്യൂ ഇയറിന് കിട്ടിയ ഒരു ഏക ഗിഫ്റ്റ് എന്ന് പറയാൻ അവൻ്റെതാണിത്. സത്യം പറയാൻ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളവിടെ പോയി ആ അവസ്ഥ കണ്ടിട്ട് പറയുക. മേ ബി എനിക്ക് അറിഞ്ഞൂടാ അത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോ അറിയാം. പക്ഷെ ടു ബി ഓണസ്റ്റ് ഞാൻ പറയാണ്, നിങ്ങൾ ഇതും കൊണ്ടിരിക്കരുത്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ എന്റർടൈൻമെന്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് ലൈവ് കാണാം. എനിക്ക് ആ വീട്ടിൽ പോയോണ്ട് എനിക്ക് അത് വലുതായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് ബാക്കി കാര്യങ്ങളും കാരണം നമുക്കൊന്നും അറിഞ്ഞൂടാ എന്താ സംഭവിച്ചേ, എന്താ ഇതായെന്നൊന്നും അറിഞ്ഞൂടാ. ആൻഡ് ഹി വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓൾ. ഞാൻ വെറുതെ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തോണ്ട് പറയല്ല. യെസ്, ഈ വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കണം. ഇനി ഇത് പാരൻസിന്, ഞാൻ എന്തുകൊണ്ടാണ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി മാത്രമല്ല പേരൻസും കൂടിയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മക്കൾ ഇന്ന് പഴയ സിറ്റുവേഷനല്ല, പഴയ കുട്ടികളല്ല എന്നുള്ളത്. ടീനേജിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഗെയിംസിലും പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ അവരെന്തിനാണ് ഈ മൊബൈൽ ഫോൺസിൽ അല്ലെങ്കിൽ ഈ PC-യിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് അപ്പുറമായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ, ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, ഒക്കെ ഒരു ലിമിറ്റ് വേണം. പക്ഷെ നമ്മൾ എന്താണ് അവരുടെ മെൻ്റൽ ഹെൽത്ത്, അവരുടെ മാനസിക സ്ഥിതി എന്താണെന്നുള്ളത്, അവരുടെ ഇനിയിപ്പോൾ എല്ലാം ഡ്രഗ്സും പരിപാടിയും കാര്യങ്ങളല്ല, ഡ്രഗ്സിലേക്കും അല്ലെങ്കിൽ ഇതിലേക്കും പോകുന്നല്ല പറയുന്നത്, അല്ലാതെ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് മാതാപിതാക്കൾ അവരോട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം ഒരുപാട് സമയം മുറിയിൽ അടച്ചിരിക്കുന്നത്, കാരണം ഇതൊക്കെ അങ്ങനത്തെ സംഭവമാണ്. കാരണം മുറിയിൽ അടച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തോന്നും ഇവർ ഗെയിമിങ്ങാണ്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇതെല്ലാം വരുന്നത് ലേറ്റ് നൈറ്റാണ്, ലേറ്റ് അവേഴ്സിലാണ്, രാത്രി 2:30, 3 മണി, 4 മണി എന്നൊക്കെ. ഇതൊക്കെ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കും, ഉറക്കമില്ലായ്മയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഈ ഗെയിം സ്ട്രീം ചെയ്യുന്നത്, രാത്രിക്ക് സ്ട്രീം ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായ റവന്യൂ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന വ്യക്തികളും കുട്ടികളാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പറഞ്ഞുതരാൻ നമ്മളാരുമല്ല. ചിലപ്പോൾ വസന്തങ്ങൾ എന്നൊക്കെ പറയുമായിരിക്കും 80-കളിലെ, പക്ഷെ എന്നാലും പറയാണ്, നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, നിങ്ങൾക്കും അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം. അറ്റ്ലീസ്റ്റ് എൻ്റർടൈൻമെൻറ്റെങ്കിലും ടൈം പാസിങ്ങിലും കിട്ടണം, അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടെങ്കിലും മാറണം. അല്ലാതെ അത് നിങ്ങളൊരു ഡിപ്രഷനിലേക്കോ കാര്യങ്ങളിലേക്കോ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇതെന്താ ഈ ഭരണകാരണം എന്നുള്ള അറിയില്ല കേട്ടോ, പക്ഷേ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഒരു രീതിയിലേക്ക് എത്തുന്ന പോലെ ജസ്റ്റ് ആവാതിരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.